നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരുന്നു. അതിൽ ആദ്യം നമ്മൾ algebraic പ്രോപ്പർട്ടീസ്, ഫീൽഡ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ആർ അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആസ് എ ഫീൽഡ് എന്ന് കണ്ടു. ദെൻ വി ഹാവ് ഡിഫൈൻ ഓർഡർ പ്രോപ്പർട്ടി ഓഫ് ആർ, എക്സിസ്റ്റൻസ് ഓഫ് എ non-empty subset of R satisfying three conditions, closure property under addition and multiplication, and trichotomy property under. Using that order properties, we have proved some inequalities. Then from trichotomy property, we know that if A is any real number, then exactly one of the members, either A or minus A, is positive. Otherwise, A is 0. If so, for any non-zero real number, you know that if A is a non-zero real number, then you know that either A is positive or minus A is positive, or A is 0. So, the absolute value of a real number A is defined according to this. ഇതിൽ ഏതാണ് സാറ്റിസ്ഫൈഡ് ആവണമെന്നനുസരിച്ചിട്ടാണ്. സോ എവറി പോസിറ്റീവ് റിയൽ നമ്പർ, സപ്പോസ് ഈ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് എ എങ്കിൽ absolute value of A is defined as A itself. If A is 0, then absolute value of A is defined as 0 itself. And if negative A is positive, absolute value of A is defined as that positive number, which is minus A. So absolute value is actually a function, absolute value function. I can denote it as absolute value function. ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ ഡിനോട്ട് ചെയ്യുന്നു വിചാരിക്കും. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഞാൻ ഫംഗ്ഷൻ വാല്യൂ എഴുതുന്നത്. Is a function from set of all real line to set of positive integers. I can write it R plus അല്ലെങ്കിൽ P union 0. Okay, so the set of positive real numbers including, so non-negative real numbers ലേക്കുള്ള ഒരു function ആണ്, and that function is defined as absolute value of A is equal to A if A is positive, or greater than or equal to 0 വേണമെങ്കിൽ നമുക്ക് എഴുതാം. Or I can write if A is 0, absolute value is 0, and minus A if A is negative. Okay, so absolute value of a real number maps every real number to the corresponding positive number. ഒന്നെങ്കിൽ A അല്ലെങ്കിൽ minus A ആയിരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞു. ഏത് റിയൽ നമ്പർ എടുത്താലും ഒന്നെങ്കിൽ അത് 0 ആയിരിക്കും, അതല്ലെങ്കിൽ ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ മൈനസ് എയോ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആ പോസിറ്റീവ് നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇതിനെ നമുക്ക് വേറെ തരത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എ ഇഫ് എ ഇസ് ലെസ് ദാൻ 0. അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേറൊരു തരത്തിലും എഴുതാം. ഫോർ എക്സാമ്പിൾ, എ എന്നൊരു നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ, റിയൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ എയോ അല്ലെങ്കിൽ മൈനസ് എയോ കൺസിഡർ ചെയ്താൽ ഇതിൽ ഒരെണ്ണം പോസിറ്റീവോ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും ഇഫ് ഇറ്റ് ഇസ് നോൺ സീറോ, അല്ലെങ്കിൽ രണ്ടും 0 ആയിരിക്കണം. എ 0 ആണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്, 0 തന്നെയാണ്. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണോ പോസിറ്റീവ് അതിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ചൂസ് ദിസ് ഇസ് മാക്സിമം. Take the maximum of A or minus A. One is positive and the other is negative. So maximum will be the positive number. So I can define modulus of A in either in this way, or you can write it as a maximum of this. ഇങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ അറിയായിരിക്കും. സേ 0ന്റെ നമ്മൾ പറഞ്ഞു. Examples, modulus of 2 is 2 itself. Modulus of minus 5 is 5. Modulus of negative 1.5 is 1.5. Modulus of negative 3 by 4 is 3 by 4, and so on. Okay. ഒരു നമ്പറിനെ അതിൻ്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പറിലേക്ക് മാപ്പ് ചെയ്യണം.
ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. പ്രോപ്പർട്ടീസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, സോ ആദ്യം നമുക്ക് കാണാം എ ആണെങ്കിലും മൈനസ് എ ആണെങ്കിലും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലെ. കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എന്ത്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എ ആൻഡ് മൈനസ് എ ആണ്. ഓക്കെ, അപ്പോ മോഡുലസ് ഓഫ് മൈനസ് എ എന്ന് പറയുന്നതോ മാക്സിമം ഓഫ് minus a and minus of minus a ആണ്. Okay, so this is same as maximum of a and minus a, which is same as mod a. So mod a for every real number, so you can write the first property as for every real number a including 0, a and minus a have the same absolute value. Okay, ഇനി വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് അടുത്തത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് is equal to modulus of a into modulus of b. Absolute value of a product is same as product of the absolute values for all a, b in R. ഇതിനെ നമ്മൾ മോഡുലസ് എന്ന് പറഞ്ഞ് വിളിക്കും. വേണമെങ്കിൽ നമുക്കിവിടെ എഴുതിയേക്കാം. Is called the absolute value or value of a or modulus of a. Okay. ഇനി പ്രോഡക്റ്റിന്റെ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? നമുക്ക് നോക്കാം അല്ലെ, പല പല കേസസ് എടുത്ത് നോക്കാം അല്ലെ. നിങ്ങൾ ട്രൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഞങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പല കേസസ് ആയിട്ട് എടുക്കേണ്ടി വരും. ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ, either a or b is 0. ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ a into b എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. പിന്നെയോ മോഡ് a into മോഡ് b എന്ന് പറയുന്നതും 0 ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണല്ലോ. അപ്പോ so these are equal. ഇനി വേറൊരു കേസ് എന്താണ് എടുക്കുക? 0 അല്ല എന്ന് എടുക്കാം. 0 അല്ല, പിന്നെയോ രണ്ടും പോസിറ്റീവ് എടുക്കാം, രണ്ടും നെഗറ്റീവ് എടുക്കാം അല്ലെ. രണ്ടും നെഗറ്റീവ് എടുക്കാം, ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ്, പിന്നെ തിരിച്ചും. ഇത്രയും കേസസ് ആയിട്ട് എഴുതാൻ പറ്റും. അത് ഓരോ കേസിലും നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഞാൻ ഒരെണ്ണം വേണമെങ്കിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ രണ്ടും പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ കേസ് ചെയ്യാം. a less than 0 ആയതുകൊണ്ടിട്ട് മോഡ് എന്ന് പറയുന്നത് എന്ത് വരും? a less than 0 ആണ്. സോ മോഡ് എന്ന് പറയുന്നത് എന്ത് വരും? നെഗറ്റീവ് ഓഫ് a വരും അല്ലെ. a നെഗറ്റീവ് അല്ലേ, അപ്പൊ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും മോഡുലസ്. b പോസിറ്റീവ് ആണ്, അപ്പോ മോഡ് b എന്ന് പറയുന്നത് എന്തായിരിക്കും? b തന്നെയായിരിക്കും. a ഇൻറ്റു ബി എന്തായിരിക്കും? a പോസിറ്റീവും b നെഗറ്റീവ് ആയതുകൊണ്ട് a ഇൻറ്റു ബി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മോഡുലസ് ഓഫ് a b എന്തായിരിക്കും? അതിന്റെ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ആക്കി മൈനസ് എ ബി എന്ന് പറയണം, മൈനസ് എ ഇൻറ്റു ബി എന്ന് പറയണം അല്ലെ. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുത്താല് അല്ലെ മൈനസ് എ ബി ആണ്. ഇത് മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ദിസ് ഇസ് സെയിം ആസ് മോഡ് എ ഇൻറ്റു മോഡ് ബി. അപ്പോൾ മോഡുലസ് ഓഫ് എ ബി ഇസ് സെയിം ആസ് മോഡ് എ ഇൻറ്റു മോഡ് ബി. അങ്ങനെ ബാക്കിയുള്ള കേസസും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓരോ കേസിലും ഇതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് പ്രൂവ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിസൾട്ട് പ്രോപ്പർട്ടി. ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി ഇതാണ് 3. മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇസ് സെയിം ആസ് മോഡ് എ അല്ല മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇസ് സെയിം ആസ് എ സ്ക്വയർ ഫോർ എവറി റിയൽ നമ്പർ എ. mod a square of modulus of a is same as a square for any real number a.
ഇത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം അല്ലേ? കാരണം മോഡുലസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ബൈ പ്രോപ്പർട്ടി 2 വിച്ച് ഇസ് മോഡ് എ ഇൻറ്റു മോഡ് ബി, മോഡ് എ ഇൻറ്റു മോഡ് എ അല്ലേ? സോ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു മോഡ് എ ബി സെയിം ആസ് മോഡ് എ ഇൻറ്റു മോഡ് ബി. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് എ ഇൻറ്റു എ. സോ യു ഗെറ്റ് മോഡുലസ് ഓഫ് എ സ്ക്വയർ. ആൻഡ് എ സ്ക്വയറിനെ പറ്റി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു തിയറാണ്. എന്തെന്ന്? ഫോർ എവറി റിയൽ നമ്പർ എ, നോൺ സീറോ റിയൽ നമ്പർ എ എടുത്താൽ ഫോർ എവറി നോൺ സീറോ റിയൽ നമ്പർ എ സ്ക്വയർ ഇസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. So this is so I can say that this is equal to a square if a is a non-zero real number, and if it is 0 that is also equal to അപ്പോൾ അത് രണ്ടും 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതി a square greater than 0, and if a is equal to 0 a square is 0. a is equal to 0 ആണെങ്കിലോ a സ്ക്വയറും 0 തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പറയാം ഇത് എന്ത് തന്നെയാണ്? പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ തന്നെയാണ്. 0 ആണെങ്കിൽ മോഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് 0ന്റെ മോഡുലസ് 0 തന്നെയാണ്. അത് തന്നെയാണ് എ സ്ക്വയർ. അപ്പോൾ ഈ കേസിൽ ഇപ്പം ഇതിൽ ഞാൻ സിൻസ് ദിസ് ഇസ് therefore this is equal to a square, since a square is non-negative. അതിൻ്റെ മോഡുലസ് ഇസ് അല്ലെ, മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇസ് either 0 or positive. സോ അതിൻ്റെ മോഡുലസ് ഇസ് സെയിം ആസ് എ സ്ക്വയർ. പോസിറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് അത് തന്നെയാണ്, നോൺ നെഗറ്റീവ് നമ്പറിൻ്റെ മോഡുലസ് അത് തന്നെയാണ്. അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് എനിക്കത് തന്നെയാണ് എൻ്റെ മോഡുലസ് എന്ന് പറയാം. അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് സി ഈസ് എ പോസിറ്റീവ് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ then modulus of a is less than or equal to c if and only if minus c less than or equal to a less than or equal to c. ഓക്കെ, ഇപ്പം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് given that c is a positive real number, non-negative real number, c is positive or 0, then പ്രൂവ് ചെയ്യേണ്ടത് suppose that mod A is less than or equal to C. Then to prove minus C less than or equal to A less than or equal to C. അതേപോലെ തിരിച്ചും പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി എന്ത് ചെയ്യണം? സപ്പോസ് ദാറ്റ് minus C less than or equal to A less than or equal to C. Then to prove മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതല്ലേ, ആർക്ക് വേണമെങ്കിലും എഴുതാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല, പക്ഷെ എഴുതുന്നത് ലോജിക്കലായിരിക്കണം. എപ്പോഴും ഒരു കാര്യം ലോജിക്കലി വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വേണം നമ്മൾ പ്രൂഫിൽ എഴുതാൻ. പ്രൂഫിൽ എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി വേണം, അതുപോലെ ലോജിക്ക് വേണം. സ്റ്റെപ്സ് ഒരെണ്ണം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനാണല്ലോ ആ ലോജിക്ക് ഉണ്ടെങ്കിൽ ആ നമ്മൾ കണ്ടിന്യൂറ്റി തോന്നുള്ളൂ അല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയോ സ്കിപ്പ് ചെയ്തേക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരരുത്. ഓക്കെ, നമുക്ക് തനിയെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പം ഞാനും ടെക്സ്റ്റിലുള്ളത് തന്നെ ആയിരിക്കണം എന്നില്ല ഞാൻ തരുന്നത്. നിങ്ങൾക്കും നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാം, പക്ഷെ ലോജിക്കലി വേണം പ്രൂവ് ചെയ്യാൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ ലോജിക്ക് പഠിച്ചാണല്ലോ, ഫസ്റ്റ് സെമ്മിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും, ആ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ മോഡിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് തന്നിട്ടുണ്ട്. മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് എ ആൻഡ് മൈനസ് എ ആണ്. അപ്പൊ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എയും സിനേക്കാളും ചെറുതാണ് അല്ലെ, മൈനസ് എയും സിനേക്കാളും ചെറുതാണ്. കാരണം അതിന്റെ രണ്ടിന്റെ മാക്സിമം വാല്യൂ സിനേക്കാളും ചെറുതാണ്. ഇതിൽ രണ്ടിൽ ഏതാണോ വലുത് അത് അപ്പോൾ രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിലേ പറ്റുള്ളൂ അല്ലെ, മാക്സിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ എഴുതിയേക്കണേനെ നമുക്ക് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം. എന്തെന്ന് എഴുതാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ
എനിക്ക് പറയാം എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി എന്ന് പറയും. ഇതിനൊക്കെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് അവിടെ വേണമെങ്കിൽ അതിനൊന്ന് ആർഗ്യുമെന്റ് മീൻസ് റീസൺ എഴുതും. അപ്പോൾ ഈ രണ്ട് ഇനീക്വാളിറ്റീസിനെയും കൂടി കൂട്ടി എനിക്ക് ഡബിൾ ഇനീക്വാളിറ്റി ആയിട്ട് എന്ത് എഴുതാം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയുമാണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സിയുമാണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കിട്ടി. അതേപോലെ തന്നെ ഇങ്ങനെയും തിരിച്ചും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താണ്, അതായത് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എന്ന് പറഞ്ഞാൽ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഓക്കെ, ദാറ്റ് മീൻസ് സി ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതായത് മൈനസ് എയും സിനേക്കാളും ചെറുതാണ്, എയും സിനേക്കാളും ചെറുതാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദ മാക്സിമം എ ആണെങ്കിലും മൈനസ് എ ആണെങ്കിലും രണ്ടും സിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞാൽ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ദാറ്റ് ഈസ് വാട്ട് ടു ബി പ്രൂവ്. ഇങ്ങനെ രണ്ട് സൈഡും പ്രൂവ് ചെയ്യാം. സോ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തപ്പോഴത്തേക്കും എനിക്ക് മോഡുലസ് ലെസ് ദാൻ ഓർ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിനെ ഇങ്ങനെ ഒരു ഡബിൾ ഇനീക്വാളിറ്റി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോപ്പർട്ടി. വേറൊരു പ്രോപ്പർട്ടി പറയുന്നത് ഞാനിവിടെ എഴുതാം. ഇതാണ് മൈനസ് ഓഫ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എ. ഇതും നമുക്ക് വേണമെങ്കിൽ എന്തിൽ ചെയ്യാം, ഈ തേർഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം അല്ലേ. തേർഡ് പ്രോപ്പർട്ടിയിൽ എന്താ പറയണേ, we have proved mod a less than or equal to c ആണെങ്കിൽ where c is positive, we have if c is positive then mod a less than or equal to c if and only if minus c less than or equal to mod a less than or minus c less than or equal to a less than or equal to c എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഈ സിക്ക് വരെ എന്തെടുത്താൽ മതി, മോഡ് എ എടുത്താൽ മതിയാവുമായിരിക്കും. എന്താ ചെയ്യാം, ഹിയർ given that a is a real number, then by definition of modulus mod a എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ മോഡ് എ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓർ 0 ബൈ ഡെഫിനിഷൻ ഓഫ് മോഡുലസ്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ എനിക്ക് ടേക്ക് c is equal to mod a in this condition, അതിനെ ഞാൻ സ്റ്റാർ എന്ന് വിളിക്കുകയാണ്. in this result star, then what will happen, എനിക്ക് ഇങ്ങനെ എഴുതാം, c എന്ന് പറയും മോഡ് എ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണേ, c ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എന്താ വേണ്ടേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് മൈനസ് ഓഫ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ഇതിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സിക്ക് പകരം ഞാൻ എന്തെടുത്തു, മോഡ് എ എടുത്തു. സിക്ക് പകരം മോഡ് എ എടുത്തു. അപ്പോ എനിക്ക് ഇങ്ങനെ എഴുതാം, മോഡ് എ ക്ലിയർലി മോഡ് എനേക്കാളും തന്നെ സ്റ്റാർ ആണ് എഴുതുന്നത്. ശരിയാണല്ലോ, രണ്ട് സൈഡ് ഈക്വൽ ആണ്. ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം, ശരിയാണ്. Therefore I can write minus of mod a less than or equal to a less than or equal to mod a. Correct. This is trivially true. This is actually equality holds
ഈക്വാലിറ്റി ഹോൾസ്, പക്ഷെ ഇനീക്വാലിറ്റി ട്രൂ ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ട്രൂ ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി അതർ പ്രോപ്പർട്ടി. ഇനി അടുത്ത ഇതേപോലെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അതിൽ അടുത്ത പ്രോപ്പർട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുള്ളതുമാണ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. എന്താണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറയുന്നത്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സം ഓഫ് മോഡുലസിനെ പറ്റിയാണ് പറയുന്നത്. മോഡുലസ് ഓഫ് a plus b, modulus of a sum is always less than or equal to sum of moduli for every real number. ഇത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. അത് പിന്നീട് നിങ്ങൾ ആക്ച്വലി നോം ഒക്കെ പഠിക്കുമ്പം പഠിക്കും. എന്താണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും അല്ലെ, അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഒരു ഇങ്ങനെ ഇതിലേക്ക് പോയിട്ട് വേറൊരിടത്തേക്ക് പോകുന്നു പറയുന്നതും ഇങ്ങനെ പോകുന്നെന്ന് പറയുന്നതും ഈ സമ്മായിരിക്കും കുറവെന്നൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റാണ്. ഇതിപ്പോൾ ഞാനിപ്പം പറയുന്നില്ല. നോം ഒക്കെ പഠിക്കുന്ന സമയത്ത് നോമിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ലെങ്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ പ്രോപ്പർട്ടിയാണ് ഇത്. അതുകൊണ്ടാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്നുള്ളൊരു പേരും ഉള്ളത്. അപ്പൊ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിനും ട്രൂ ആണ്. നമ്മളിപ്പോൾ റിയൽ അനാലിസിസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ ഇത് പ്രൂവ് ചെയ്യണം. പിന്നീട് അത് വെക്ടേഴ്സിലും വേറെ പല ഫീൽഡുകളിലും ഇത് സെയിം ആണ്. ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും നമ്മളിപ്പം? ഇത് ഈ ഒരു ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് വന്ന കാരണം ഞാനിപ്പോ ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അതായത് ഈ ഒരു മെത്തേഡിൽ എങ്ങനെ പ്രോപ്പർട്ടി നമ്പർ 4 ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ അതുപോലെ ചെയ്യാം. വേറെ തരത്തിലും പ്രൂവ് ചെയ്യാട്ടോ. എനിക്ക് വേറെ പ്രൂഫും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതൊന്നും ഈ പ്രൂഫ് അല്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ബൈ പ്രോപ്പർട്ടി 4 വി ഹാവ് ഓൾറെഡി സ്റ്റഡി. എ എന്ന് പറയുന്നത് ഒരു നമ്പർ എപ്പോഴും അതിൻ്റെ ഇതിനിടയ്ക്കായിരിക്കും അല്ലെ. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ. മൈനസ് ഓഫ് മോഡ് എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പറാ, മോഡ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പറാ. സോ എ എന്ന് പറയുന്നത് ഇതിന് രണ്ടിന് ഇടയ്ക്കാണ്. ദാറ്റ് ഇസ് കറക്റ്റ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് നമ്പറിനും, ഒന്നെങ്കിൽ ഈ നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് നമ്പർ, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ബി. എന്തായാലും ഇങ്ങനെ ഇനീക്വാലിറ്റി ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കിത് അറിയാം. വി ഓൾറെഡി നോ ദാറ്റ്. അപ്പൊ വി നോ ദാറ്റ് know the property of modulus absolute value, that minus of this is less than or equal to a less than or equal to mod a, and minus of mod b less than or equal to b less than or equal to mod b. So if we add these two inequalities, you will get minus of mod a plus mod b less than or equal to a plus b less than or equal to mod a plus mod b. ഓക്കെ, അപ്പൊ ഇത് തന്നെ നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇനീക്വാളിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് മീൻസ് ഒരു റിസൾട്ട് പറഞ്ഞായിരുന്നു. മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്തായിരുന്നു. പ്രൊവൈഡഡ് സി ഈസ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ സിക്ക് പകരം മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ള പോസിറ്റീവ് നമ്പർ എടുക്കാം. റീപ്ലേസ് സി ബൈ mod a plus mod b. This is positive. This is always positive in this result to get. Therefore we get this implies, എനിക്ക് ഞാൻ സ്റ്റാർ എന്ന് വിളിച്ചാൽ this is a result or theorem or property
by this result, I can say that star implies a plus b യുടെ മോഡുലസ് എന്താണെങ്കിലും മോഡ് എ പ്ലസ് മോഡ് ബിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ ഓക്കെ, so this is triangle inequality.